ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. അതായത് നമ്മുടെ വീട് എന്നും മനോഹരമാക്കി വെക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെടികൾക്കുണ്ടല്ലേ. എന്നാൽ ഇത് വളർത്താൻ ആവശ്യമായ ചട്ടികൾക്ക് മാർക്കറ്റിൽ ഭയങ്കര റേറ്റും ഉണ്ട്. അതിപ്പം മൺചട്ടി ആയാലും സിമെൻറ്റ് ചട്ടി ആയാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം സിമെൻറ്റ് ചട്ടി എങ്ങനെ വീട്ടിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ തന്നെയാണ് വീട്ടിൽ നിന്ന് ചട്ടികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് അച്ഛനും അമ്മയും എനിക്ക് വീട്ടിൽ നിന്ന് അയച്ചു തന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടുള്ള ക്ലാരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവും, അതൊന്ന് ക്ഷമിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എടുത്ത് വെച്ചേക്കുന്നത് എംസാൻഡ് ആണ്. എംസാൻഡ് ഒന്ന് കുഴച്ചൊക്കെ എടുക്കുന്നുണ്ട്. ഇനി അതിൽ കുറച്ച് എംസാൻഡ് അരിച്ചു കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഇത്തിരി കുറച്ച് എന്താ പറയുക, ഒരു ചെറിയ നൈസായിട്ടുള്ള പൊടിയല്ല, കുറച്ച് ഇതിലുള്ള പൊടിയാണ്. അപ്പോൾ അത് പകുതി അരിച്ചിട്ടും പകുതി അരിക്കാണ്ടുമാണ് അച്ഛൻ എടുത്തേക്കുന്നത്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഈ ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഐഡിയാസൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്, അതുപോലെ ഈ പെയിൻറ്റിങ്, ഡ്രോയിങ് ഇവയൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവ് എവിടെ നിന്നാണ് കിട്ടിയതെന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. അത് വേറെ എവിടെ നിന്നല്ല, അച്ഛൻ്റെയും അമ്മേൻ്റെയും കയ്യിലാണ്. അവർ അത്യാവശ്യം നല്ല രീതിക്ക് കലാകാരന്മാരാണ് കേട്ടോ. അച്ഛനായാലും ഡ്രോയിങ് ആയാലും ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ആയാലും നല്ല രീതിക്ക് ചെയ്യും. അമ്മയും അതുപോലെ തന്നെ കേട്ടോ. പിന്നെയും ഒരു പഠിക്ക് മുന്നിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ തന്നെയാണ്. അത് നല്ല രീതിക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതാ എംസാൻഡ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം എന്താ സിമെൻറ്റ് പൊടിയാണ് അടുത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ചെയ്യാണ്. ഇതിൻ്റെ ഒരു റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം ഞാൻ അച്ഛനോട് എനിക്ക് ചട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അച്ഛൻ എടുത്ത് തന്നെയാണ് കേട്ടോ. അച്ഛനും അമ്മയും കൂടി എടുത്ത് അയച്ചു തന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ ഒക്കെ കറക്റ്റ് അറിയണമെന്ന് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ചോദിച്ചിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു അച്ചും അച്ഛൻ ഉണ്ടാക്കിയെടുത്തതാണ്. അവിടെ പലക ഒക്കെ വെച്ച് അത് സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ സെറ്റ് ചെയ്ത് വെച്ച പലകകൾ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കയറ് വെച്ചിട്ട് അത് നല്ല രീതിക്കൊന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഞാൻ സ്പീഡ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ അത് മുട്ടി ഒന്ന് ശരിയാക്കി അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മിക്സിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് മേടിക്കുന്ന ചട്ടികളൊക്കെ ഒന്നുകിൽ മൺചട്ടി ആയിരിക്കും. അതൊന്നും അധികം ലാസ്റ്റ് ചെയ്യത്തില്ല. ചിലപ്പോൾ അത് കുറേ ഇതൊക്കെ കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും, തനിയെ പൊട്ടിപ്പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ അതും കുറേ നാൾ കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും, അത് പൊടിഞ്ഞു പോകും, അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷേ ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ചട്ടികളൊന്നും ഒരു കാലത്തും നമുക്ക് എന്താ പറയുക നഷ്ടപ്പെട്ട് പോകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് ചട്ടികൾ കാണാനും അതിൻ്റെ ഷേപ്പും ഒക്കെ നല്ല ഭംഗിയുണ്ട്. അത് നല്ല നീറ്റായിട്ടാണ് അച്ഛനത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു വീഡിയോ മസ്റ്റായിട്ട് എടുക്കണം എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചത്. അപ്പോൾ അങ്ങനെ അത് ഫില്ല് ചെയ്യുമെന്ന്. അപ്പോൾ 4 ഭാഗങ്ങളും ബേസും
അപ്പോൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം അതിൻ്റെ 4 എഡ്ജസ് ആണ് ഇതുപോലെ നല്ല ഫില്ലിംഗ് ആക്കി എടുക്കുന്നത് കേട്ടോ. അത് ആ നൈസായിട്ട് നമ്മൾ സിമെൻറ്റ് മാത്രം വെച്ചിട്ട് ചെയ്യില്ലേ, അതാണ് തോന്നുന്നു ചെയ്യുന്നത്. അപ്പോൾ 4 ഭാഗങ്ങളും ആ കത്തി വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലാരിറ്റി പ്രശ്നം ഉണ്ടാകും. അപ്പോൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് ഒന്നുകൂടെ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കാരണം ചിലർക്കൊക്കെ ഇതുപോലെ ആക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യും വീഡിയോ കാണുന്നവർ. അങ്ങനെയാണെങ്കിൽ ഞാനത് കറക്റ്റ് ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികൾ വളർത്താനും അതിനെ പരിപാലിക്കാനും ഒക്കെ. എനിക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിലാണ് ഞാൻ. ഒരുപാട് ആൾക്കാർ എന്താ പറയുക, ചെടി എന്താ പറയുക നഷ്ടപ്പെടരുത്, അത് നന്നായിരിക്കണം എന്നൊക്കെ വിചാരിച്ച് അതിനെ മക്കളെ നോക്കുന്ന പോലെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് തീർച്ചയായും ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചട്ടി ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ആവണം. അതിൻ്റെ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റാവും. അത്രയും വേണ്ട, പക്ഷേ അച്ഛനിതൊരു ഓവർനൈറ്റ് വെക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ചട്ടിയൊക്കെ സെറ്റായി അതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഉള്ളതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അത് സെറ്റായത് നമ്മൾ പലകയൊക്കെ വെച്ച് അതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ കെട്ടിയിട്ട് ആ ഒരു ഇത് ഇളകിയുണ്ട്. പിന്നെ മെല്ലനെ ആ ഒരു ഇതുകൊണ്ടൊന്ന് തട്ടി, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചെടിച്ചട്ടി ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ, നല്ല നീറ്റായിട്ടുണ്ട്. ഇനി ഇതിന് വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ഇതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണിക്കാൻ വേണ്ടി മറന്നു പോയതാണ്. അതിന് വെള്ളം പോകാൻ വേണ്ടിയിട്ട് നടുവിലൊരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലൊരു കമ്പങ്ങാൻ അച്ഛൻ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇളക്കിയെടുക്കണം. അപ്പോൾ പെയിൻ്റൊക്കെ ചെയ്ത ചട്ടികളാണിത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക്